ഹലോ, എന്താ വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ മുംബൈയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഒരു എക്സിബിഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ. അപ്പോൾ കുറച്ച് ഈ എക്സിബിഷൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം കുറച്ച് മുംബൈയുടെ വിശേഷങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാണാം. നമ്മുടെ ആദ്യത്തെ വ്ലോഗാണ്, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിനായിട്ട് മുംബൈ മറൈൻ ഡ്രൈവ് ബീച്ചിലാണുള്ളത്. ഈ മറൈൻ ഡ്രൈവ് ബീച്ചിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര വ്യൂ തന്നെയാണ്. മുംബൈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് മറൈൻ ഡ്രൈവ്. അതായത് ഒരു 3 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു നടപ്പാത. രാവിലെ തന്നെ മോർണിംഗ് വാക്കിനായിട്ടും എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ. പിന്നെ നമ്മൾ പോയത് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ്. ഇത് മുംബൈയിലെ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. 1887 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പല സിനിമകളിലും ഇത് കണ്ടിട്ടുണ്ടാവാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ കൊട്ടാരം, പക്ഷേ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് അതൊക്കെ മനസ്സിലാകുന്നത്. അതായത് ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണെന്നുള്ളത്. അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദിവസേന ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഈ സ്റ്റേഷൻ കാണുമ്പോൾ മുംബൈയുടെ സ്പന്ദനം, ചരിത്രം നമുക്കൊരുപോലെ അനുഭവിക്കാൻ പറ്റും. മുംബൈയുടെ ലോക്കൽ ട്രെയിൻ യാത്ര അതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ട് തോന്നുന്നു. പിന്നെ പോയത് ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന 2 അത്ഭുതങ്ങൾ. ഒരു വശത്ത് ചരിത്രത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറ്റൊരു വശത്ത് ആഡംബരത്തിന്റെ പ്രതീകമായ താജ് പാലസ്. 1924 നിർമ്മാണം പൂർത്തിയാക്കിയ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ തന്നെ പ്രധാന പ്രവേശന കവാടമായി കണക്കാക്കിയിരുന്നു. ഈ കിടക്കുന്നത് ഒരു വലിയ ക്രൂഡ് ഓയിൽ ഷിപ്പാണ്. അത് പൈപ്പ് ലൈൻ വഴി റിഫൈനറിയിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്തിട്ട് എത്തിയിട്ടുള്ളത് എലിഫൻ്റ കേവിലാണ്. വളരെ പുരാതന കാലത്തുള്ളതാണ് ഈ കേവ്സ്. ഇവിടെ കാണുന്ന പ്രതിമകളെല്ലാം കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ശിവന്റെ രൂപങ്ങളാണ്. ഇത് മുംബൈ സിറ്റിയിൽ നിന്നും മാറി ഒരു ഐലൻഡാണ്. പോർച്ചുഗീസ് ഭരണകാലത്താണ് ഈ ഐലൻഡിന് എലിഫൻ്റ എന്നുള്ള പേര് വന്നത്. 1987 ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഡിക്ലെയർ ചെയ്തു. ഈ ഐലൻഡിൻ്റെ ഒരു വശത്തു നിന്നും നോക്കിയാൽ മുംബൈയുടെ പോർട്ടും കണ്ടെയ്നർ ഷിപ്പുകളും കാണാൻ കഴിയും. അപ്പോൾ ഇനി മുംബൈയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ.